ചൂരൽമല ദുരന്തത്തിൽ 55 മൃതദേഹങ്ങളാണ് അണ്ണയ്യൻ എന്ന കർഷകന്റെ 2 ഏക്കർ ഭൂമിയിൽ നിന്ന് കിട്ടിയത്. ഈ ഭൂമിയും അതിലൊരു വീടും 2 വാഹനങ്ങളും ചൂരൽമല ജംഗ്ഷനിലെ 4 കടമുറികളും ഉൾപ്പെടെ എല്ലാം നഷ്ടപ്പെട്ട ആളാണ് ഈ അണ്ണയ്യൻ. കൂറ്റൻ മരങ്ങളടിഞ്ഞ ഭൂമി കൃഷിയോഗ്യമാക്കി തരണം എന്നത് മാത്രമാണ് അണ്ണയ്യൻ്റെ ഒരേ ഒരു അഭ്യർത്ഥന. കലിതുള്ളിയെത്തിയ പുന്നപ്പുഴ മൃതദേഹങ്ങളും മരത്തടികളും അവശേഷിപ്പിച്ച ഭൂമിയാണിത്. അണ്ണയ്യൻ എന്ന ചൂരൽമലയിലെ കർഷകന്റെ 2 ഏക്കർ ഭൂമി. ഇവിടെ വീടുണ്ടായിരുന്നു, തോട്ടമുണ്ടായിരുന്നു. ഞങ്ങൾ പെറ്റു വളർന്ന ഇവിടെ തന്നെയാണ്, മുണ്ടക്കയിൽ ഉരുൾ പൊട്ടി വരുന്ന ഭാഗത്തു നിന്നാണ് ഞങ്ങൾ പെറ്റു വളർന്ന സ്ഥലം. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് താമസം മാറ്റി ഇങ്ങനെ സ്ഥലം എടുത്തു, 2 ഏക്കർ തോട്ടം എടുത്തു. ഇതിൽ നല്ലൊരു കൃഷിയായിരുന്നു ഉണ്ടായത്. ഞാൻ എസ്റ്റേറ്റിൽ സൂപ്പർവൈസർ ജോലി ചെയ്യുകയാണ്. സൂപ്പർവൈസർ ജോലി കഴിഞ്ഞ് വന്ന പാട് ഇതിൻ്റെ അകത്താണ് ഇറങ്ങി ജോലി ചെയ്യുക. ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ കാപ്പിയാണ്, ഫുൾ കാപ്പിയാണ് ഈ തോട്ടത്തിലുള്ളത്. കാപ്പി എന്ന് പറഞ്ഞാൽ വെള്ളാർമല വില്ലേജിൽ ഇങ്ങനത്തെ ഒരു തോട്ടം എവിടെയില്ല. ഒരു ഏക്കറിൽ 45 ചാക്ക് കാപ്പി പറിക്കും ചുരുങ്ങിയത്. അങ്ങനെ 2 ഏക്കറിൽ 90 ചാക്ക് കാപ്പി വരും. അതിന് പുറമെ മുളക് പറിക്കും, അടക്ക പറിക്കും. കൊല്ലത്തിൽ ചുരുങ്ങിയത് ഒരു 15 ലക്ഷം റുപ്യ എങ്ങനെയെങ്കിലും കിട്ടും. അതിപ്പോൾ കാപ്പിൻ്റെ വില ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു രാത്രി കൊണ്ട് ഞങ്ങൾ കിടന്നുറങ്ങി എണിക്കുമ്പോഴേക്കും തന്നെ ഈ സാധനം ഒന്നും കാണുന്നില്ല. 2 ഏക്കർ തോട്ടം എന്ന് പറഞ്ഞാൽ സാറേ, എൻ്റെ ജീവിതകാലത്തിൽ എനിക്കിനി ഇത് നയിക്കാൻ പറ്റില്ല. 65 വയസ്സായി. ഇതിൽ കിട്ടുന്ന ഒരു വരുമാനം കൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളെ പോയിട്ട് അവരെ വിദ്യാഭ്യാസത്തിന് കൊണ്ടുപോയതും നല്ല രീതിയിൽ പഠിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ അവരൊക്കെ കല്യാണം കഴിച്ചൊക്കെ വേറെ വേറെ ആയിപ്പോയി. ഇത്ര നല്ലൊരു തോട്ടം ഉണ്ടായിട്ട് നമ്മളിങ്ങനെ ഒറ്റ അടിക്ക് നമ്മളിങ്ങനെ ഒരവസ്ഥയിൽ എത്തി എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് വല്ലാത്തൊരു പ്രയാസമുള്ളതാണല്ലോ. അപ്പോൾ ആരായാലും അങ്ങനെ തന്നെയല്ലേ, നല്ലൊരു നിലയിൽ ജീവിച്ച് ഒറ്റടിക്ക് നമ്മളൊന്നും അല്ലാണ്ട് ഒരു വട്ടപൂജയായി പോകുക എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് വല്ലാത്തൊരു വിഷമമുള്ള കാര്യമാണ്. ഭൂമിയിൽ ഇനി 47 ബോഡി കിട്ടാണ്ട് അത് ഇതിൻ്റെ അകത്തുണ്ടാവും എന്നാണ് എനിക്ക് സംശയം. ഈ മരം മാറ്റുകയാണെങ്കിൽ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. പക്ഷേ അവസാനം ഇപ്പോൾ ഒരു വട്ടപൂജ്യം പോലെയായി. ഇപ്പോൾ ഒരു 10 റുപ്യയ്ക്ക് വേണ്ടി നിങ്ങളുടെ അടുത്തൊക്കെ ഞങ്ങൾ കൈനീട്ടേണ്ട സ്ഥിതിയിലാണ് വരുന്നത്. വീട് ഗവൺമെൻറ് തരും, പക്ഷേ ഞങ്ങൾക്ക് ഈ സ്ഥലം ആര് തരും? ഈ സ്ഥലം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. അല്ലെങ്കിൽ മരമൊക്കെ മാറ്റിയിട്ട് ഇതിലൊരു കൃഷി ചെയ്യാനുള്ള സംവിധാനം ഞങ്ങൾക്ക് ചെയ്തു തരാം. ഈ മരങ്ങളൊക്കെ ഒന്ന് മാറ്റി കൃഷി ചെയ്യാനുള്ളൊരു സംവിധാനം ചെയ്യണം എന്നാണ് നമ്മളൊരാഗ്രഹം. അങ്ങനെയാണെങ്കിൽ നമ്മളെ മൂപ്പർ ഇത് കൃഷി ചെയ്ത് കാണിച്ചു കൊടുക്കും. അത് മൂപ്പർക്ക് അതിനുള്ള ധൈര്യമുണ്ട്. ഇവരുടെ കുടുംബത്തിൽ ആൾനാശമുണ്ടായില്ല എന്നത് മാത്രമാണ് ആശ്വാസം. സ്വന്തമായി നേടിയതെല്ലാം ഈ വിധം ഉരുളെടുത്തു. കൃഷി ചെയ്യാൻ ഭൂമി, അതാണ് അണ്ണയ്യനും കുടുംബവും ആവശ്യപ്പെടുന്ന ഏക കാര്യം. സുർജിത് അയ്യപ്പത്ത്, 24, വയനാട്. ഇത്രയും മൃതദേഹങ്ങൾ ഒന്നിച്ച് കണ്ട അണ്ണയ്യൻ്റെ അറപ്പ് ഇപ്പം മാറിക്കാണും. കാര്യം അതുകൊണ്ടാണ് ഇത്രയും ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സന്നദ്ധ സംഘടനകൾ ആരെങ്കിലും ശ്രമിച്ച് അദ്ദേഹത്തിൻ്റെ ഈ മരങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ 2 ഏക്കർ ഭൂമിയിൽ നിന്ന് മാറ്റി കൊടുക്കണമെന്നേ. എങ്ങനെയും ആ മനുഷ്യൻ നന്നായിട്ടൊന്ന് ജീവിക്കട്ടെ.